സുഹൃത്തുക്കളെ, ജസ്റ്റിനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലാണ്. ഗ്രാമപഞ്ചായത്തിൽ 12ാമത്തെ വാർഡ് 12ആണ്. മധുരംകുഴി തോട് എന്ന് പറയുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു പ്രദേശം നമ്മളുടെ പഞ്ചായത്തിലുണ്ട്. ഈ പഞ്ചായത്തിലെ നമ്മളുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് എടുത്തു, ഒന്നുകൂടെ ഒരു റൗണ്ട് എടുക്കുക. കാണാത്തവർക്ക് വേണ്ടി അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ 12ാം വാർഡിൽ മധുരംകുഴി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണിത്. മധുരംകുഴി തോട് വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു പ്രദേശമാണ്. ക്യാമറയ്ക്ക് പുറകിൽ നിങ്ങൾക്ക് ദൃശ്യഭംഗി കാണാം. ഓക്കെ, പാടമുണ്ട്. അപ്പോൾ ഈ പാടമൊക്കെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കാം. ഫ്ലൈറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഫ്ലൈറ്റ് ഇപ്പം എൻ്റെ തൊട്ട് മുകളിൽ കൂടെ പോകേണ്ടതാണ്. ഫ്ലൈറ്റ് മേഘത്തിൻ്റെ ഇടയിലേക്ക് കടന്നു. മേഘത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഉള്ളത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് കാണുള്ളൂ. ഓക്കെ, ഫ്ലൈറ്റ് മറിഞ്ഞുപോയി. നേരെ നിങ്ങൾ കാണുന്ന ഒരു മൊട്ടക്കുന്ന് പോലെ കാണുന്നതാണ് മലയാറ്റൂർ മലയാണിത്. നമ്മൾ സെയിൻറ്റ് തോമസ് ലീഹ വന്നു എന്ന് ക്രൈസ്തവർ അവകാശപ്പെടുന്ന മലയാറ്റൂർ മലയാണ് കാണുന്നത്. മല അടിവാരത്തായിട്ട് ഫ്ലൈറ്റ് ഏകദേശം ചെറുതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പോൾ റോബി വർഗീസ് കോയിക്കര കാണുന്നുണ്ട്, കസിനാണ്. സുഖമല്ലേ റോബി? UK എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉഷാറായിട്ട് പോകുന്നു? ജയന്തിനെ മക്കളെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇത് റോബി നമ്മളുടെ പഞ്ചായത്തിൽ 12ാം വാർഡിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓക്കെ, ഇതുപോലെ സൗന്ദര്യം നിറഞ്ഞ മറ്റ് പ്രദേശങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതാണല്ലോ വലുത്. ഇതിലൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും നെൽപ്പാടങ്ങളാണ്. നെല്ല് അവിടെ വിതച്ചിട്ടുണ്ട്, അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ കാണിക്കാൻ എനിക്ക് പ്രത്യേക ലക്ഷ്യം കൂടിയുണ്ട്. നമുക്കിവിടെ മലയാറ്റൂരിൽ എന്നെ ഇപ്പം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. 4 പേരോളം ലൈവിൽ വന്നിട്ടുണ്ട്. റോബി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ മലയാറ്റൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന പേരിൽ നമുക്കൊരു സമിതിയുണ്ട്, മലയാറ്റൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, MTPC. അപ്പം അതിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ് ഞാൻ. നമ്മളത് രജിസ്ട്രേഷൻ വർക്കുകളിലേക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെയുള്ള പ്രകൃതി സൗന്ദര്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ടൂറിസ്റ്റുകളെ മാക്സിമം. ജിൻഡോ വർഗീസ്, ഹായ്. ജിൻഡോ UK തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇപ്പം 4 പേരോളം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ 12ാം വാർഡിൽ മധുരംകുഴി തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ പ്രകൃതി രമണീയമാണ്. അപ്പം ഞാൻ ഇന്നിവിടെ വരികയും ദൃശ്യം പകർത്തുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. മറ്റൊന്നുമല്ല, മലയാറ്റൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന പേരിൽ നമുക്കൊരു സമിതിയുണ്ട്. ആ സമിതിയുടെ ജനറൽ കൺവീനറാണ് ഞാൻ. നമ്മളുടെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും, ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഒപ്പം ടൂറിസത്തിൽ താല്പര്യമുള്ളവർ, ടൂറിസത്തിൽ ജോലി ചെയ്യുന്നവർ, ടൂറിസം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നവരും, ടൂറിസത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ അങ്ങനെയുള്ളവരെ കോർത്തിണക്കിയിട്ട് നമുക്കൊരു സമിതി നിലവിലുണ്ട്. സമിതിയുടെ പേര് ഞാനിപ്പോൾ പറഞ്ഞതാണ്, മലയാറ്റൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നാണ്. സിൻഡോ ഫ്രാൻസിസ്, ഹായ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെല്ലാം കോർത്തിണക്കി രൂപപ്പെടുത്തിയ ഒരു സമിതിയാണ് മലയാറ്റൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ.
നമ്മളതിൻ്റെ ഒരു സംരംഭമായിട്ടൊരു പത്രം നമുക്കുണ്ട്. മാസ് മീഡിയ എന്ന പേരിലാണ് ആ പത്രം. ഇപ്പോൾ 8 പേരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമ്മളൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളൊരു ചെറിയ ഷോർട്ട് ഫിലിം നമ്മളുടെ മലയാറ്റൂരിൻ്റെ ദൃശ്യഭംഗി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഒരു കഥയും തിരക്കഥയും എൻ്റെയാണ്. ഞാൻ തന്നെ കഥ എഴുതി അത് തിരക്കഥയാക്കി മാറ്റി നമ്മളുടെ സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു ജോയിൻ്റ് സംരംഭമാണ്. അപ്പോൾ നമ്മളതൊന്ന് ദൃശ്യവൽക്കരിച്ച് നമ്മളുടെ പഞ്ചായത്തിൻ്റെ ദൃശ്യഭംഗി അടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുവഴി ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം നാട്ടിലെ കലാകാരന്മാർക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ സംരംഭമായിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തൊരു ഘട്ടം നമ്മൾ ഈ ഷോർട്ട് ഫിലിം നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാറ്റൂർ ടൂറിസം വില്ലേജ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 20 ഏക്കറോളം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. 20 ഏക്കർ സ്ഥലം നമ്മൾ ഇതുപോലെ ഇതും കുറച്ചുകൂടെ വ്യാപിച്ചിട്ട് വലിയ ഒരു മേഖല കണ്ടെത്തിയിട്ടുണ്ട്. പുഴയുടെ തീരത്താണ്. അപ്പോൾ അത് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം ഈ ഷോർട്ട് ഫിലിമായിട്ട് സാമ്പത്തികമായിട്ടും അല്ലാതെയും അതിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ടാണ് കുറച്ച് നമ്മൾ പിന്നോക്കം നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ പിന്തുണയ്ക്കാൻ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മളുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പേഴ്സണലി എനിക്കും അത് ഗുണം ചെയ്യുന്നതാണ്. കാരണം ഈ പഞ്ചായത്തിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുള്ളവർക്ക് സ്വദേശത്ത് ബൈജു സ്റ്റീഫൻ എന്നെ കാണുന്നുണ്ട്, ബൈജു സ്റ്റീഫ. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒപ്പം വിദേശത്തായിരിക്കുന്നവർക്കും നമ്മളുടെ ഈ സംരംഭങ്ങളോട് യോജിക്കുവാനും അതിനോട് സഹകരിക്കാനും സാമ്പത്തികമായിട്ടും അല്ലാതെയും താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് പുതിയ പുതിയ മേഖലകൾ തുറന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ദൃശ്യഭംഗി എല്ലാവരും ഒന്ന് കാണുക, എന്നിട്ട് അവരവരുടെ ദിനചര്യകളിലേക്ക് കടക്കുക. ഞാനും എൻ്റെ ദിനചര്യയിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ടൂർ പാക്കേജസ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഞാൻ മിക്കവാറും ഹോട്ടൽസായിട്ട് കണക്റ്റഡ് ആണ്, റിസോർട്ട്സായിട്ട്. അപ്പം നമ്മൾ നല്ല റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അതുവഴി ടൂർ പാക്കേജസ് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ പിൽഗ്രിം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുറത്തേക്കുള്ള നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് അസോസിയേറ്റ് ചെയ്ത് തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബെൻസ്, BMW മുതൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സുപ്പീരിയർ കാറ്റഗറി വരുന്ന വണ്ടികൾ മുതൽ ഏറ്റവും ചെറിയ വണ്ടികൾ വരെ നമ്മൾ ഡെയിലി ബേസിൽ, റെൻ്റ് കാർ ബേസിൽ വീടുകളിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജസ്റ്റിൻ.